പട്ടണത്തിൻ്റെ നടുവിൽ ഒരു വനം, അതിനുള്ളിൽ ഒരു അമ്പലം. കാടിന് നടുവിലെത്തുമ്പോൾ കണ്ണടച്ച് നിന്നാൽ കാറ്റിൻ്റെ ശബ്ദം കാതിലേക്ക് കയറി വരും. മരങ്ങൾ തമ്മിൽ കൂട്ടിയുരുമുന്നതിൻ്റെയും പലതരം കിളികളുടെ കൊഞ്ചലുകളും ചീവീടുകളുടെ ശബ്ദവും നമുക്ക് കേൾക്കാനാകും. മണമുള്ള പൂക്കളോ പൂജാദ്രവ്യങ്ങളോ ഉപയോഗിക്കാത്തൊരു ക്ഷേത്രമാണിത്. എന്തിനേറെ, ഒരു സാമ്പ്രാണിത്തിരി പോലും ഇവിടെ ഉപയോഗിക്കാറില്ല. ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മണമുള്ള ഒന്നും ഇവിടെ ഉപയോഗിക്കാത്തത്. മാത്രമല്ല, ഈ കാവിൽ മണമുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയോ മരമോ ഇല്ലെന്നതാണ് വിശ്വസിക്കാനാവാത്ത മറ്റൊരു സത്യം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങളിൽ ദൈവാംശമുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മരങ്ങളോ ശിഖരങ്ങളോ മുറിക്കാറില്ല. താഴെ വീഴുന്ന ഒരു മരത്തടി പോലും മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കാറില്ല. അത് ഇവിടെ തന്നെ മണ്ണോട് ചേരും. കൃഷ്ണ സഹോദരിയാണ് ഇവിടുത്തെ ദേവി എന്നാണ് വിശ്വാസം. അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അശരീരി ഉണ്ടായി. ഇതോടെ ദേവകിയെയും വസുദേവരെയും കംസൻ തടവിലാക്കി. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷെ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. കംസൻ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കാൻ വന്നു എന്ന വിശ്വാസത്തിനാലാണ് ഇരുന്നോൾ എന്ന പേര് ലഭിച്ചത്. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോലായി മാറിയെന്നാണ് കരുതപ്പെടുന്നത്.